ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. നിങ്ങളുടെ കുഞ്ഞിന് പ്രായമനുസരിച്ചുള്ള തൂക്കമില്ല എന്ന് കരുതി വിഷമിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അയൽപ്പക്കത്തെ കുട്ടികളെ കണ്ടിട്ട് എൻ്റെ കുഞ്ഞു മാത്രം എന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? പല അമ്മമാരെ എന്നോട് ചോദിക്കാറുണ്ട്, സിസ്റ്ററെ, കുഞ്ഞിന് തൂക്കം കൂടാൻ എന്താണ് കൊടുക്കേണ്ടത് എന്ന്. വിപണിയിൽ കിട്ടുന്ന വില കൂടിയ പൗഡറുകളെക്കാളും 100 ഇരട്ടി ഫലം നൽകുന്ന ഒരു സാധനം നമ്മുടെ വീട്ടിലുണ്ട്. അതാണ് ഡ്രൈ ഫ്രൂട്ട്സ്. പക്ഷേ പലരും ഇത് നൽകുന്ന രീതി തെറ്റാണ്. കുഞ്ഞുങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നേരിട്ട് നൽകിയാൽ അത് വലിയ അപകടത്തിന് കാരണമാകും. അതെന്താണെന്നും ശരിയായ രീതി എന്താണെന്നും ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തരാം. വീഡിയോ അവസാനം വരെ കാണുക. കാരണം തൂക്കം കൂടാനുള്ള ഒരു മാന്ത്രിക കൂട്ട് ഇതിൽ പറയുന്നുണ്ട്. ആദ്യമായി, എന്തിനാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായും 4 കാര്യങ്ങളാണ് ഉള്ളത്. ഇതിൽ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതായത് ആരോഗ്യകരമായ കൊഴുപ്പാണ്. ഇത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ മസിൽ വയ്ക്കാനും തൂക്കം കൂടാനും ഈ കൊഴുപ്പ് അത്യാവശ്യമാണ്. രണ്ടാമതായി, തലച്ചോറിൻ്റെ വികാസം, ബ്രെയിൻ ഡെവലപ്മെന്റ്. ബദാമിലും വാൾനട്ടിലും അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ കുഞ്ഞിന്റെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കും. ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി. ഇതിലെ വൈറ്റമിനുകളും മിനറലുകളും കുഞ്ഞിന് പെട്ടെന്ന് അസുഖങ്ങൾ വരാതെ സംരക്ഷിക്കുന്നു. നാലാമതായി, ഉയരം വർദ്ധിക്കാൻ, എല്ലുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാൽഷ്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണിത്. ഒരിക്കലും മുഴുവനായി നൽകരുത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അണ്ടിപ്പരിപ്പോ ബദാമോ മുഴുവനായി നൽകാൻ പാടില്ല. അത് ശ്വാസനാളത്തിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. ഇത് അതീവ അപകടകരമാണ്. അലർജി പരിശോധിക്കുക. ആദ്യമായി നൽകുമ്പോൾ അല്പം മാത്രം നൽകി 3 ദിവസം നിരീക്ഷിക്കുക. കുഞ്ഞിന് ചൊറിച്ചിലോ വയറിളക്കമോ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ശേഷം നിങ്ങൾക്ക് നൽകി തുടങ്ങാം. അടുത്തതായി, വൃത്തിയാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകി ഉണക്കാൻ മറക്കരുത്. തൂക്കം കൂട്ടാനുള്ള ഒരു മാജിക് പൗഡറിനെ പറ്റി പറയാം. എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് വിവരിക്കാം. ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, വാൾനട്ട് എന്നിവ എടുക്കുക. എല്ലാം ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ ശ്രമിക്കുക. ഇത് ചെറിയ തീയിലിട്ട് ഒന്ന് ചൂടാക്കുക. കരിഞ്ഞു പോകരുത്. തണുത്ത ശേഷം മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക. ഈ പൊടി ഒരു എയർ ടൈറ്റ് കുപ്പിയിൽ സൂക്ഷിക്കാം. അതിനുശേഷം എങ്ങനെ നൽകണം എന്ന് പറയാം. കുഞ്ഞിന് നിങ്ങൾ നൽകുന്ന റാഗി കുറുക്കിലോ നേന്ത്രപ്പഴം ഉടച്ചതിലോ അല്ലെങ്കിൽ 1 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പാലിലോ ഈ പൗഡർ ചേർത്ത് നൽകാം. ഇതിൽ അല്പം നെയ്യ് കൂടി ചേർത്താൽ തൂക്കം കൂടുന്ന വേഗത ഇരട്ടിയാകും. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഡ്രൈ ഫ്രൂട്ട്സിലൊന്നും കുട്ടിക്ക് അലർജി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് മാത്രം ഇത് നൽകാൻ തുടങ്ങുക. ഇപ്പോൾ അമ്മമാരെ, കുഞ്ഞിന് തൂക്കം കൂടാൻ പെട്ടെന്ന് കിട്ടുന്ന വഴികൾ തേടാതെ ഇതുപോലുള്ള നാടൻ രീതികൾ ശീലമാക്കൂ. കൃത്യമായ ഇടവേളകളിൽ ഇത് നൽകിയാൽ മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാം. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളായി ചോദിക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റമ്മമാർക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.